നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. അസ്തമിക്കാത്ത അന്വേഷണം. UDF-നെ വിഴുങ്ങാൻ വീണ്ടും സോളാർ ഭൂതം. സരിത എസ് നായർ 2 വർഷം മുൻപ് നൽകിയ ലൈംഗികാരോപണ കേസിൽ ഊർജിത അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് കുരുക്കാകുന്ന കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് IGയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന്. ലൈംഗിക ആരോപണങ്ങളുടെ നിജസ്ഥിതി തേടിയുള്ള പുതിയ അന്വേഷണം. സോളാർ ഇടപാടുകളിലെ സാമ്പത്തിക അഴിമതി സംബന്ധിച്ച് നിലവിലുള്ള അന്വേഷണത്തിന് പുറമെ UDF നേതാക്കളുടെ വാഗ്ദാനങ്ങളിൽ വഞ്ചിക്കപ്പെട്ട താൻ നിരവധി തവണ ലൈംഗിക ചൂഷണത്തിനിരയായെന്ന് സരിത നൽകിയ പരാതി. ലൈംഗിക ചൂഷണം സംബന്ധിച്ച് സോളാർ പ്രതി സരിത എസ് നായർ തിരുവനന്തപുരം കന്റോൺമെന്റ് വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയത് 2014. മുൻ സർക്കാർ പൂഴ്ത്തിവെച്ച പരാതിയിലാണ് ഇപ്പോൾ പുതിയ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. വിലക്കിന്മേൽ വിമർശനം. കോടതികളിലെ മാധ്യമ വിലക്കിൽ അഭിഭാഷകർക്കും സർക്കാരിനുമെതിരെ കടന്നാക്രമണവുമായി VM സുധീരൻ. ഹൈക്കോടതിയിലെ സംഭവം കേരളത്തെ ഞെട്ടിച്ചു. മാധ്യമങ്ങളോട് സർക്കാർ പുലർത്തുന്നത് നിഷേധാത്മക നിലപാട്. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ഗവർണർ ഇടപെടണമെന്നും ആവശ്യം. കേരളത്തിൽ നടക്കുന്നത് അഭിഭാഷക ഗുണ്ടായിസം. ക്രിമിനലുകളായ അഭിഭാഷകർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണം. അക്രമങ്ങൾക്ക് അഭിഭാഷകർക്ക് ധൈര്യം നൽകുന്ന സർക്കാർ നിലപാട് അപഹാസ്യമെന്നും KPCC അധ്യക്ഷൻ. പ്രശ്നപരിഹാരത്തിന് വീണ്ടും ഇടപെടുമെന്ന് സുപ്രീം കോടതി. കാവേരിയിൽ നിരാഹാരം. കാവേരി പ്രശ്നം കൂടുതൽ കടുപ്പിച്ച് കർണാടകം. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കരുതെന്ന ആവശ്യവുമായി വിധാൻ സൗദ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ജനതാദൾ ദേശീയ അധ്യക്ഷൻ HD ദേവഗൌഡയുടെ നിരാഹാരം. അതിനിടെ തമിഴ്നാടിന് വെള്ളം നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിന് വീണ്ടും സർവകക്ഷി യോഗം. ഇന്നു മുതൽ 6 വരെ തമിഴ്നാടിന് സെക്കൻഡിൽ 6000 ഘനയടി ജലം വീതം നൽകണമെന്ന് സുപ്രീം കോടതി ആവർത്തിച്ചുത്തരവിട്ടത് ഇന്നലെ. കോടതി വിധി അനുസരിക്കാത്ത കർണാടകത്തിന് രൂക്ഷ വിമർശനം. സംസ്ഥാനത്തിനെതിരെ നിയമ നടപടി വരുന്നതിന് മുൻപ് ഉത്തരവ് അനുസരിക്കാനും നിർദ്ദേശം. തലേവിക്ക് ഗുരുതരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വീണ്ടും ആശങ്ക. ജയയെ ചികിത്സിക്കാൻ ലണ്ടനിൽ നിന്ന് വിദഗ്ധ ഡോക്ടർ കൂടി എത്തിയതോടെ അഭ്യൂഹം ശക്തം. ശ്വാസനേന്ദ്രിയ തകരാറുകളിൽ ഗവേഷണം നടത്തുന്ന ബ്രിട്ടീഷ് ഡോക്ടർ റിച്ചാർഡ് ജോൺ വരും ദിവസങ്ങളിൽ ജയയുടെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകും. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2850 രൂപ, പവൻ 22,800 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.